a channel for current affairs and general knowledge. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 1-ലെയും 2-ലത്തെയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂസ് ആയിരുന്നു ഒരു കച്ചത്തീവ് ഐലൻഡിനെ പറ്റിയിട്ട്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൊടുത്തതാണ് 1974 എന്നുള്ളവർക്ക്. സോ ഇപ്പോൾ അത് നിലവിൽ അത് ശ്രീലങ്കേൻ്റെ കയ്യിലുള്ളത് ഏരിയയാണ് ഈ കച്ചത്തീവ് ഐലൻഡ് എന്ന് പറയുന്നത്. മുമ്പ് ഇന്ത്യൻ്റെ കയ്യിലായിരുന്നു, പിന്നീട് 1974 അത് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ കൊടുത്തതാണ്, കൈമാറിയ. സോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ നമുക്ക് മാപ്പിൽ കാണാം. ഇത് ശ്രീലങ്ക, അതുപോലെ തന്നെ ഇന്ത്യ ഈ ഭാഗത്തായിട്ടും വരും. സോ ഈ ഇന്ത്യൻ്റെയും ശ്രീലങ്കേൻ്റെയും ഇടയിൽ ഈ പാക് സ്ട്രേറ്റ് അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ കച്ചത്തീവ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക്. സോ ഇത് വലിയ ഉപയോഗം ആ കാര്യമൊന്നും ഇല്ലാത്ത കാരണം ഇത് ശ്രീലങ്കയ്ക്ക് കൊടുത്തതാണ്. അടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ബേസ്ഡ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഇരയാണെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി സർട്ടിഫൈഡ് വിത്ത് ASI പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ASI പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ബാൾക്കോ ആണെന്ന് നോക്കാം. അതേപോലെ UNCSW, അതായത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ, ഇതിൻ്റെ ചെയർ സ്ഥാനത്തെത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ എന്ന് നോക്കുക. അടുത്താണ് ഷെങ്കൻ ട്രാവൽ സോൺ. ഈ ഷെങ്കൻ എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അവിടെ വിസ ഉള്ള വിത്ത് വിസ അല്ലെങ്കിൽ വിസ ഇല്ലാതെ തന്നെ ഇവർക്ക് യാത്ര ചെയ്യാം. അങ്ങനെയുള്ളയിടത്ത് ഇവർക്ക് ഈ ചെക്കിങ് പോലുള്ള ഒന്നും ഉണ്ടാവില്ല ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഈ കൂട്ടായ്മയിൽ പുതിയ 2 രാജ്യം കൂടിയിട്ടുണ്ട്. അതൊന്ന് റൊമാനിയാണ്, രണ്ടാമത്തെ ബൾഗേറിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതി, അതായത് ഈ ചെക്കിംഗ് ഒന്നും ഇല്ലാണ്ടുള്ള യാത്ര, അപ്പോൾ ഇതിലെ ഈ 2 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത് അടക്കം ഈ ഓസ്ട്രിയ ഇതിനെ എതിർക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നോക്കണ്ട, ഈ ഷെങ്കൻ ട്രാവൽ സോണിൽ അംഗമായ ബാക്കി 2 രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റൊമാനിയയും ബൾഗേറിയയാണെന്ന് നോക്കാം. അടുത്താണ് 2023 FAO എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് ആചരിക്കുന്നത്. ഓരോ കൊല്ലവും, അതായത് 2021, 22 അങ്ങനെ ഓരോ കൊല്ലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. സോ 2023 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്ലറ്റ്സ് ഇയർ ആണെന്ന് നോക്കുക. ഈ FAOൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ്, റോമിലാണെന്ന് നോക്കുക. ഓക്കെ, FAOൻ്റെ ആസ്ഥാനം റോമിലാണ്. 1945 എസ്റ്റാബ്ലിഷ്. ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ക്യൂ ഡോങ് ആണെന്ന് നോക്കുക. ഫുഡ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ, ലോക ഫുഡ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 16 നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഓർത്തിരിക്കുക. FAOൻ്റെ ആസ്ഥാനം റോം, അതായത് ഇറ്റലി, 1945 എസ്റ്റാബ്ലിഷ് ചെയ്ത. ക്യൂ ഡോങ് ആണ് ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ ജനറൽ. പിന്നെ വേൾഡ് ഫുഡ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 16 നോക്കുക. അടുത്താണ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതിൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ കിൻഷാഷയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ലാംഗ്വേജ് ഫ്രഞ്ചാണ്, അതുകൊണ്ട് കറൻസി ഫ്രാങ്ക് ആണെന്ന് നോക്കുക. പിന്നെ 9 കോടി, അതായത് 9.9 കോടി അല്ലെങ്കിൽ 10 കോടി ജനങ്ങൾ ഈ കോങ്കോയിലുണ്ട്. അവിടുത്തെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ഫെലിക്സ് ഷിഷിക്കഡിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡിത്ത് തുലൂക്കയാണെന്ന് നോക്കുക. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ജുഡിത്ത് തുലൂക്ക. സോ കോങ്കോൻ്റെ പുതിയ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ കിൻഷാഷയാണ്. ലാംഗ്വേജ് ഫ്രഞ്ചാണ്, കറൻസി ഫ്രാങ്കാണ്, 10 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ജുഡിത്ത് തുലൂക്കയാണ്, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. പിന്നെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെലിക്സ് ഷിഷിക്കഡിയാണെന്ന് നോക്കുക. അടുത്താണ് ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ടു പ്രൊമോട്ട് സാൻസ്ക്രിറ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. സംസ്കൃത റിസർച്ചും അതിൻ്റെ ഗവേഷണം, അതിൻ്റെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് നടത്തുന്ന രാജ്യങ്ങൾ ആരൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും നേപ്പാളാണെന്ന് നോക്കുക. അടുത്താണ് 41ാമത്തെ
നാഷണൽ പ്രസിഡന്റ് ഓഫ് FICCI ലേഡീസ് ഓർഗനൈസേഷൻ. FICCI ലേഡീസ് ഓർഗനൈസേഷൻ്റെ 41ാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ജോയ്ശ്രീ ദാസ് വർമ്മ എന്ന് നോക്കുക. അടുത്താണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോൻ്റെ ഡയറക്ടർ ജനറൽ, പുതിയതാണ്, ആരാന്ന് ചോദിച്ചാൽ ഷെയ്പലി ശരൺ ആണെന്ന് നോക്കുക. അടുത്താണ് അസോചാമിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സഞ്ജയ് നയ്യാർ ആണെന്ന് നോക്കുക. ഇതൊക്കെ റീസെൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അസോചാമിൻ്റെ പ്രസിഡന്റ് സഞ്ജയ് നയ്യാർ ആണ്. ഈ അസോചാമിൻ്റെ ഫുൾ ഫോമും ചോദിക്കാറുണ്ട്. അസോസിയേറ്റഡ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്നാണെന്നും കൂടി നോക്കുക. അടുത്താണ് T20 ക്രിക്കറ്റിൽ 300 ഡിസ്മിസൽ വിക്കറ്റ് കീപ്പർ ആരാന്ന് ചോദിച്ചാൽ 300 ഡിസ്മിസൽ നടത്തുന്ന വിക്കറ്റ് കീപ്പർ ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ MS ധോണിയാണ്. ഈ 300ാമത്തെ ഇത് നടന്നത് ഏത് കളിയിലാണെന്ന് ചോദിച്ചാൽ ചെന്നൈയും ഡൽഹിയും തമ്മിലെ കളിയിലായിരുന്നു എന്നും കൂടി നോക്കുക. അടുത്താണ് മയാമി ഓപ്പൺ മെൻസ് ഡബിൾ ടൈറ്റിൽ. ഓക്കെ, മയാമി ഓപ്പൺ മെൻസ് ഡബിൾ ടൈറ്റിൽ നേടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഹൻ ബൊപാനയും പിന്നെ മാറ്റ് എബ്ഡനാണും കൂടി നോക്കുക. റോഹൻ ബൊപാന അതുപോലെ തന്നെ മാറ്റ് എബ്ഡനാണും കൂടി നോക്കുക. അടുത്താണ് ഹോക്കി ഇന്ത്യ അവാർഡ് 2023 ബെസ്റ്റ് പ്ലെയർ. ആണുങ്ങളുടെ വിഭാഗത്തിൽ ഹർദിക് സിംഗും പെണ്ണുങ്ങളുടെ വിഭാഗത്തിലാണെങ്കിൽ സലീമ ടെറ്റയാണെന്ന് നോക്കുക. ഹർദിക് സിംഗും സലീമ ടെറ്റയാണെന്ന് നോക്കുക. ഇനി ഗോൾ കീപ്പർ വിഭാഗത്തിൽ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്ത PR ശ്രീജേഷ് ആണെന്നും കൂടി നോക്കുക. അടുത്താണ് ഓൾഡസ്റ്റ് വേൾഡ് നമ്പർ 1 ഇൻ ദ ATP റാങ്കിങ്. ATP റാങ്കിങ്ങിലെ ഏറ്റവും ഓൾഡസ്റ്റ് പഴയ വേൾഡ് നമ്പർ 1 റാങ്കിങ്ങിൽ ആരാന്ന് ചോദിച്ചാൽ നൊവാക്ക് ജോക്കോവിച്ച് ആണ് നോക്കുക. ഇദ്ദേഹം തന്നെ ഏതാണ്ട് ഈ സ്ഥാനത്ത് കുറേ ദിവസങ്ങളോളം 1ാം സ്ഥാനത്ത് നിന്ന വ്യക്തിയും കൂടിയാണ്. സോ ഓൾഡസ്റ്റ് വേൾഡ് നമ്പർ 1 ഇൻ ATP റാങ്കിങ് ആരാന്ന് ചോദിച്ചാൽ നൊവാക്ക് ജോക്കോവിച്ച്, ഇയാൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മൊത്തം 24 തവണ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുണ്ടെന്നും കൂടി നോക്കുക. ഈ ഗ്രാൻഡ് സ്ലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്താണ് ഇൻ്റർനാഷണൽ കൾച്ചർ അവാർഡ് നേടിയത് മീന ചരണ്ടയാണ് നോക്കുക. ഇൻ്റർനാഷണൽ കൾച്ചർ അവാർഡ് മീന ചരണ്ട. അടുത്താണ് ENBA ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് വിനീത് ജെയിനാണെന്ന് നോക്കുക. അടുത്താണ് സ്കോച്ച് ESG അവാർഡ് നേടിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ REC ലിമിറ്റഡ് ആണ് നോക്കുക. സ്കോച്ച് അവാർഡ് REC ലിമിറ്റഡ്. അടുത്താണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ നോക്കാനുള്ളതായിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ അറിയാവുന്നത് കുറച്ച് എളുപ്പമുള്ളത് നമ്മൾ നോക്കുകയാണ്. ത്രിപുര എന്ന സംസ്ഥാനത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് നമ്മൾ നോക്കുന്നത്. ഈ ത്രിപുരയിൽ നിന്നും 4 ഉള്ളത്. സോ നോക്കുക, 1 പൈനാപ്പിൾ, 2 മട്ടബാറി പെറ, പിന്നെ പച്ചറ, അതുപോലെ തന്നെ റൈസ. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. 1 പൈനാപ്പിൾ, 2 മട്ടപ്പാറി പെര, പിന്നെ പച്ചറ, അതുപോലെ തന്നെ റൈസ. ഇതാണ് ക്യൂൻ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് റൈസ, ഗോൾഡൻ ക്ലോത്ത്. അതുപോലെ ആസാമിൻ്റെ കുറിച്ചാണ് ആശാരിക് കണ്ടി ടെറാക്കോട്ട ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആശാരിക് കണ്ടി ടെറാക്കോട്ട ക്രാഫ്റ്റ്. അടുത്താണ് പനി മെട്ടേഗ ക്രാഫ്റ്റ്, പിന്നെ സർത്തേബാരി മെറ്റൽ ക്രാഫ്റ്റ്, പിന്നെ ജാപ്പി. ഇത് ഒന്ന് നോക്കി നോക്കുക. ജാപ്പി എവിടുത്തെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ നേടിയെന്ന് വെച്ചാൽ ആസാമാണ്. പിന്നെയാണ് മിഷിങ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ്. പിന്നെ ബിഹു എന്ന പേര് കേട്ടാൽ നമുക്കറിയാം ആസാമാണ്. പിന്നെ ബോഡോ, ഇതും ആസാമിൽ തന്നെയാണ്. ദൊക്കാന. പിന്നെ ഈ ബോഡോ ഇതൊക്കെ ചേർക്കുന്ന അത് അധികം ഈ ബോഡോ ഒന്നും പിന്നെ ചേർത്ത് വരില്ല. സോ നോക്കണം. ദോക്കാന, അതുപോലെ ഗംസ, പിന്നെ എറി സിൽക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എറി സിൽക്ക്, പിന്നെ ഗിംറ, തോർക്ക, പിന്നെ സൈഫങ്, ഇതൊക്കെ ഫ്ലൂട്ടാണ്. സോ ഇത് ആസാമിൻ്റെ GI ടാഗ് നേടിയ ഇനങ്ങളാണ്. സോ ഇത് നോക്കി നോക്കുക. ഈ ബോർഡോ ചേർക്കേണ്ട ബാക്കിയുള്ള സൈഫങ്, തോർക്ക, ജമങ്, എറി സിൽക്ക്, ഗംസ, ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. അടുത്താണ് UPന്ന് GI ടാഗ് നേടിയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ബനാറസ് തണ്ടായി. ഇതൊരു തണുത്ത സാധനമാണ്. പാല് മിക്സ്, പിന്നെ നട്ട്സ് ഇതൊക്കെ കൂടി ചേർത്തിട്ട്. പിന്നെ തബ്ല, പിന്നെ ഷേണായി, പിന്നെ ലാൽപേട, ബർവ മിർച്ച്, ഇതൊക്കെയാണ് നോക്കുക. അടുത്താണ് മേഘാലയയിലത്താണ് ഗാരോ ടെക്സ്റ്റൈൽ, അതുപോലെ തന്നെ ലിർനായ് പോട്ടറി, പിന്നെ ചുബിച്ചി. ഓക്കെ, അടുത്താണ് കേരള എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അത് വേറൊന്നുമില്ല. അതായത് ഇത് 2016 ഇത്
രൂപീകരിച്ച് നോക്കാം. ഓക്കെ, 2016 KRERA രൂപീകരിക്കുന്നത്. ഓക്കെ, 2016 ഇത് രൂപീകരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഈ സ്ഥലങ്ങൾ പ്ലോട്ടാക്കി വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ KRERA പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഭൂമി പോർട്ടലാക്കി വിൽക്കുന്ന സംബന്ധിച്ചുള്ള ചട്ടം ഇതാണ് ഇവരെ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. സോ നമ്മളിപ്പോൾ ഭൂമി പ്ലോട്ടാക്കിയിട്ട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ KRERA എന്ന് പറയുന്ന കുറച്ച് ചട്ടങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നിയമങ്ങളാണ് അല്ലെങ്കിൽ ചട്ടങ്ങളാണ്. 2016 രൂപീകരിച്ചു നോക്കാം. ഭൂമി വിൽക്കുമ്പോൾ റോഡ്, കിണർ, വാട്ടർ ടാങ്ക്, ഡ്രെയിനേജ് ഇതൊക്കെ പൊതു സൗകര്യമായിട്ട് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കുന്ന തരത്തിലാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുവഴി തർക്കം ഒഴിവാക്കാം. സോ നമ്മളെന്താ ഈ എന്നൊക്കെ പറയാം. പിന്നെ കേന്ദ്ര റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി നിയമം അനുസരിച്ച് 500 സ്ക്വയർ മീറ്റർ, അതായത് 12.36 സെൻറ്റ് ഉള്ള ഭൂമിയിലാണ് ഈ നിയമം രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ഒരു 12 അല്ലെങ്കിൽ ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട്, അയാൾ വീതിച്ച് വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പൊതുവായിട്ട് ഒരു വാട്ടർ ടാങ്ക് ഇതൊക്കെ നമ്മൾ ഒരു 4 വീട്, ഒരു 16 സെൻറ്റ് സ്ഥലം, അതിനെ നമ്മൾ 4ആയിട്ട് ഭാഗിക്കുന്നു. അതിനൊരു പൊതു കിണറോ അല്ലെങ്കിൽ റോഡോ സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ പിന്നീട് ഇത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് പിന്നെ ഒരു തർക്കം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ KRERA പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. കേന്ദ്ര നിയമപ്രകാരം 500 സ്ക്വയർ ഫീറ്റാണ് പറയുന്നത്. 500 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 12.36 സെൻറ്റ് സ്ഥലം അതിന് മുകളിലുള്ള വിൽക്കുമ്പോൾ. പിന്നെ കുടുംബസ്വത്ത് ഇതിൽ വരില്ല. ഓക്കെ, പിന്നെ സ്ക്വയർ മീറ്ററിന് 10 രൂപയാണ് ഒരു ഫീസ് ഈടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടോ ഡെവലപ്മെൻറ്റ് അനുമതി, അതായത് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് വേണം. ഇനി ഈ 1.24 ഏക്കറിന് കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് ടൗൺ പ്ലാനറിൻ്റെ പെർമിറ്റും കൂടി വേണം, അനുമതി. ഓക്കെ, സാധാ 12.36 സെൻറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് മാത്രം, DP ഡെവലപ്മെൻറ്റ് പെർമിറ്റ് മാത്രം മതി. ഇനി 1.24 ഏക്കറാണ് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ 20 പ്ലോട്ടാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന് ഈ DP മാത്രം പോരാ, അതിന് ടൗൺ പ്ലാനറിൻ്റെ പെർമിറ്റും കൂടി ആവശ്യമുണ്ട്. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി അല്ല, ഇതിൽ ഈ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ തദ്ദേശ സെക്രട്ടറിമാരാട്ടോ. അതേപോലെ തന്നെ ഇനി ഈ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലം വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 10% ഫൈൻ അടയ്ക്കേണ്ടതായിട്ടും വരും. ഓക്കെ, സോ ഇതാണ് KRERA എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബേസിക്കായിട്ട് പറയുന്നു, ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞത് 12.36 കൂടുതൽ വെക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് വേണം. ഇനി അല്ല 1.24 ഏക്കറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 20 പ്ലോട്ടായിട്ടാണ് വെക്കുന്നതെങ്കിലോ ടൗൺ പ്ലാനറിൻ്റെ പെർമിറ്റും കൂടി കൂട്ടത്തിൽ വേണം. ഇനി ഇതൊന്നും ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ 10% ഫൈൻ അടയ്ക്കണം. 500 സ്ക്വയർ മീറ്റർ, അതിന് ഒരു മീറ്ററിന് 10 രൂപ വെച്ചിട്ട് കൊടുക്കണം. 2016 ഇത് കൊണ്ടുവന്നതും കൂടി നോക്കാം. ഓക്കെ, അടുത്താണ് P. രവിയച്ചൻ, കേരള ക്രിക്കറ്റ് താരമാണ്. അദ്ദേഹം മരിച്ചു, അത് നോക്കാം. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പദവിയിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് C. രാധാകൃഷ്ണൻ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മാധവ് കൗശിക്കാണ്. ഇനി മയാമി ഓപ്പൺ സിംഗിൾ സ്റ്റേറ്റിൽ നേടിയത് ജാനിക് സിന്നറാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻ കമ്മീഷനിൽ അംഗമായത് ഷൈനി വിൽസൺ ആണെന്ന് നോക്കാം. KLM മാക്സിയുടെ ബ്രാൻഡ് അംബാസഡർ നയൻതാരയാണെന്ന് കൂടി നോക്കാം. സോ കേരള ക്രിക്കറ്റ് താരമായിരുന്നു P. രവിയച്ചൻ, അന്തരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് മാധവ് കൗശിക്. ആ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നും രാജിവെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മലയാളിയായിട്ടുള്ള C. രാധാകൃഷ്ണൻ. മയാമി ഓപ്പൺ ടൈറ്റിൽ നേടിയത് ജാനിക് സിന്നറാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗം ഷൈനി വിൽസനാണ്. KLM മാക്സിമ ബ്രാൻഡ് അംബാസഡർ നയൻതാരയാണെന്ന് കൂടി നോക്കാം. അടുത്താണ് MCQസിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയാണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള, അതായത് എക്സാമുകൾക്ക് വേണ്ടത്, അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കുറേ ക്ലാസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സ്പോർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു മാർക്കിനുള്ള ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യല്ല, ഉറപ്പായിട്ടും വരുന്ന ഭാഗമാണ് ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ Formula 1 എന്നൊക്കെ ഒരു ചോദ്യം എങ്ങനെ പോലും ചോദിക്കും. സോ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 2022-23 സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ Formula 1 റേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയില്ലാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. നമ്മുടെ ചാനലിലുണ്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് സ്പോർട്സ് എന്ന പേരിൽ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം.
അതേപോലെ തന്നെയാണ് അവാർഡ്സ്. ഈ അവാർഡ്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ചോദിക്കാൻ 1 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പാണ്. സോ വെറുതെ മാർക്ക് കളയണ്ട. ഭാരത് രത്നയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഒന്ന് 1954 മുതൽ 2024 വരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എളുപ്പത്തിൽ ഉള്ളതിനാണ്. ഇതിൽ ഈ 52 മിനിറ്റ് കണ്ടുകൊണ്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ നമ്മളത് വെറുതെ വലിച്ചു നീട്ടിയിട്ടൊന്നും നമ്മൾ പറയാറില്ല. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ MCQs നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. സോ നോക്കുക. പിന്നെ അടുത്താണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയുള്ള എക്സാമുകൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡും കൂടി കാണാം. അടുത്താണ് ഇൻ്റർനാഷണൽ ഡേ ആൻഡ് തീംസ്. ഇതും പ്രധാനമാണ്. ഇതെന്നൊക്കെ എങ്ങനെ പോയാലും 1 മാർക്കിനാണ് പൊതുവേ ചോദിക്കാറുള്ളൂ. സോ അതിനുള്ളേ നമ്മൾ ഇതിൽ നോക്കാറുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതാണെന്നും അതിൻ്റെ തീംസ് അതാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. കാണാത്തവർ കാണാം. പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇത് പ്രധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമാണ്. ഏറിപ്പോയ 1 ചോദ്യമൊക്കെ ഇതിൽ നിന്ന് ചോദിക്കുള്ളൂ. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട എന്തായാലും കവർ ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ. ഇത് പാർട്ട് 1 ആണ്. അങ്ങനെ കുറച്ച് പാർട്ടായിട്ട് നമ്മൾ കവർ ചെയ്യും. കാരണം ഇത് ബോറൻ ടോപ്പിക്കാണ്. സോ ഇതിൽ കുറച്ച് നമ്മൾ ഏതാണ്ട് 40-50ഓളം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്രയും ബുക്ക് നമ്മൾ കാണാപ്പാടാക്കുക. പിന്നീടുള്ള പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് MCQയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, കമ്പം വാലി റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കമ്പം വാലി ഏത് സ്റ്റേറ്റിലാണെന്നാണ്. ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തമിഴ്നാടു ആണ്. ഈ കമ്പം വാലിനെ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്, ഗ്രേപ്പ് സിറ്റി ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ഗ്രേപ്പ് സിറ്റി എന്ന് വിളിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഗ്രേപ്പ് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസിക്. ഓക്കെ, അടുത്താണ് ഗഗൻ ശക്തി 2024 എക്സസൈസ് വാസ് കണ്ടക്റ്റഡ് ബൈ ദ ഇന്ത്യൻ എയർഫോഴ്സ് അറ്റ് വിച്ച് പ്ലേസ്? ഗഗൻ ശക്തി 2024 എവിടെ വെച്ചാണ് നടത്തിയതെന്നാണ്. ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി പൊക്രാൻ, ഓപ്ഷൻ സി ജോധ്പൂർ, ഓപ്ഷൻ ഡി അജ്മീർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പൊക്രാൻ. അടുത്താണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റഡ് ദ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ റേറ്റഡ് ടൂർണമെൻറ്റ്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ IIT ആണ് ചെസ് ഫെഡറേഷൻ്റെ ടൂർണമെൻറ്റ് നടത്തിയെന്നാണ്. ഓപ്ഷൻ എ IIT മദ്രാസ്, ഓപ്ഷൻ ബി IIT കാൺപൂർ, ഓപ്ഷൻ സി IIT ഡൽഹി, ഓപ്ഷൻ ഡി IIT ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ IIT മദ്രാസ്. അടുത്താണ് വാട്ട് ഈസ് സ്റ്റാർഗേറ്റ്? ഈ സ്റ്റാർഗേറ്റ് എന്താണെന്നാണ്. ഓപ്ഷൻ എ ബ്ലാക്ക് ഹോൾ ആണോ, മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, ന്യൂക്ലിയർ പവർഡ് സബ്മറൈൻ ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഈ സ്റ്റാർഗേറ്റ് എന്നുള്ളത്. ഇത് മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഓപ്പൺ AI കൂടി ചേർന്നിട്ടാണ് വികസിപ്പിച്ചതെന്ന് നോക്കുക. സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സോ ഓർത്തിരിക്കുക, സ്റ്റാർഗേറ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏപ്രിൽ 1-ലെയും 2-ലെയും കറണ്ട് അഫയേഴ്സ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.